ഗുഡ് മോർണിംഗ്. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ചില്ലി ഗോബി കണ്ടിട്ടുണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട, അര സ്പൂണ് ഉപ്പ്, അര സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾ, ഒരു അര സ്പൂണ് മസാല, കറി മസാല, ഇത്രയും കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. കോളിഫ്ലവർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്തേക്കണതാണ് കേട്ടോ. അത് ഞാൻ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക. കോളിഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചോണ്ടത് ഇതുപോലെയാണ് കേട്ടോ. ഞാനിത് അധികം വെച്ചുകൊണ്ടിരിക്കില്ല, ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതൊന്ന് വറുത്തെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കോളിഫ്ലവർ വറുത്ത് വെച്ചേക്കണത്. അത് ഞാൻ ചില്ലിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വറുത്ത വെളിച്ചെണ്ണ ഒഴിച്ചാണ്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. വേറൊരു പാൻ വെച്ചിട്ടാണ്, കടായി വെച്ചിട്ടാണ് അതിനകത്തേക്ക് ചേർക്കാനായിട്ട് 3 സവോള ഇതുപോലെ എരിഞ്ഞേക്കണ. അധികം വലിപ്പമില്ല, അധികം ചെറുതുമില്ല. ഏറ്റവും കുഞ്ഞിതാക്കി എരിയണത് ഗോബി മഞ്ചൂരിയനാണ്. കുറച്ച് വേപ്പിലയും കുറച്ച് പച്ചമുളകും, 3-4 പച്ചമുളകും ഇതിങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തായിരുന്നതാണല്ലോ. കോളിഫ്ലവറിലേക്കൊക്കെ ഉപ്പിട്ടേക്കുന്നതാണ്. ഈ സവോളയിലേക്ക് ചേരാനുള്ള ഉപ്പ്. ഇത് അധികം വാട്ടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് പകുതി വാടിയാൽ മതി. ഒന്ന് വാടട്ടെ. സവോള വാടുമ്പോഴേക്കും അതിന് ചേർക്കാനുള്ള ഗ്രേവിക്കുള്ളതിന് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇത്രയും കോൺഫ്ലവർ 1 സ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി കലക്കിയിട്ട് വെള്ളം ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് വയ്ക്കും. സവോള വാടി കഴിഞ്ഞ് ഒഴിക്കാനായിട്ടാണ്. സവോള വാടിയിട്ടുണ്ട്, അതത്ര മതി. ഇനി അതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കം, ചെറിയ അധികം വലിപ്പമില്ലാത്ത ക്യാപ്സിക്കമാണ് അത് ഇട്ട് കൊടുക്കാനും. അതും അധികം വലിപ്പമില്ല, അധികം ചെറുതല്ലാത്ത രീതിയിലാണ് ഇനിയാണ് ക്യാപ്സിക്കം ഒന്ന് വാടട്ടെ.
സവോളയും ക്യാപ്സിക്കൊക്കെ വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഗ്രേവിക്കുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കൂട്ടൊന്ന് തിളക്കട്ടെ. ഗ്രേവി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. അടിപൊളിയാണ് കേട്ടോ കറി. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കണവരാണ്. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. എനിക്ക് എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോകൾ കാണുന്നവർ ലൈക്ക് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അടിപൊളി ചില്ലി ഗോപിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. എൻ്റെ ചില്ലി ഗോപി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ.